എല്ലാവർക്കും നമസ്കാരം. ഈസ്റ്ററിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൂന്നാം നാൾ വന്നെത്തി. മഗ്ദലന മറിയവും സ്ത്രീകളും ചേർന്നുകൊണ്ട് കല്ലറയിലേക്ക് പോവുകയാണ് യേശുവിനെ സന്ദർശിക്കാൻ വേണ്ടി. ഇവർ പോകുന്നത് യേശുവിനെ അടക്കം ചെയ്ത് പടയാളികൾ മുദ്രയിട്ട് കാവൽ നിൽക്കുന്ന കല്ലറയിലേക്കാണ്. അങ്ങനെ മഗ്ദലന മറിയവും സ്ത്രീകളും കല്ലറയിലേക്ക് എത്തി. എന്നാൽ ആ സമയം അവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുകയാണ്. അത് വെറുമൊരു ഭൂകമ്പമായിരുന്നില്ല, കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതായിരുന്നു. അങ്ങനെ ദൂതൻ പടയാളികൾ കാവൽ നിൽക്കുന്ന കല്ലറയുടെ കല്ലുകൊണ്ടുള്ള വാതിൽ ഉരുട്ടി മാറ്റുകയും അതിന്മേൽ ഇരിക്കുകയും ചെയ്തു. ദൂതന്റെ വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും രൂപം മിന്നൽ പിണർ പോലെയുമായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് പടയാളികൾ ആകെ വിറച്ച് വിരണ്ടുപോയി. അവർ മരിച്ചതിന് തുല്യമായി ഒന്നും ചെയ്യുവാൻ കഴിയാതെ സ്തംഭിച്ചു നിന്നു. ഇത് കണ്ട് ഭയന്നു നിൽക്കുന്ന സ്ത്രീകളോട് ഭയപ്പെടേണ്ട എന്ന് ദൂതൻ പറഞ്ഞു. ശേഷം അവരോട് സംസാരിക്കുകയുണ്ടായി. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിച്ചു വന്നതെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഇവിടെ ഇല്ല. യേശു പ്രവചിച്ചതുപോലെ തന്നെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുവിനെ അടക്കം ചെയ്ത സ്ഥലം നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഇത് കേട്ട മഗ്ദലന മറിയവും സ്ത്രീകളും കല്ലറ പോയി സന്ദർശിക്കുകയുണ്ടായി. എന്നാൽ കല്ലറ സന്ദർശിച്ച സ്ത്രീകൾ അക്ഷരാർത്ഥത്തിൽ വിസ്മയിച്ചു പോയി. കാരണം റോമൻ പടയാളികൾ കാവൽ നിൽക്കുന്ന ഒരു കല്ലറ. അവിടേക്ക് ആർക്കും തന്നെ അതിക്രമിച്ച് കയറുവാൻ പോയിട്ട് യേശുവിന്റെ ശരീരം അവിടെ നിന്നും മാറ്റണമെന്ന് ചിന്തിക്കുവാൻ പോലും പ്രേരിപ്പിക്കാത്തത്ര ശക്തമായ പടയാളികൾ. അവരെ വെറും കാഴ്ചക്കാരാക്കിക്കൊണ്ട് തന്നെ അത് സംഭവിച്ചിരിക്കുന്നു. യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന സ്ത്രീകളോട് ദൂതൻ ഭയപ്പെടാതിരിക്കുവാനും കൂടെ ഒരു സന്ദേശം കൊടുക്കുകയും ചെയ്തു. സന്ദേശം ഇങ്ങനെയാണ്: നിങ്ങൾ ഈ വിവരം ശിഷ്യന്മാരോട് പറയുക, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ഗലീലയിൽ കാണും. നിങ്ങൾക്ക് അവിടെ വെച്ച് യേശുവിനെ കാണുവാൻ കഴിയും. ഈ വിവരം അറിയിക്കുവാൻ വേണ്ടി സ്ത്രീകൾ കല്ലറ വിട്ട് ഭയത്തോടും അതിലുപരി അത്യധികം സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഓടി. അങ്ങനെ പോകുന്ന വഴിയിൽ വീണ്ടും അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു അവർക്ക് നേരെ നടന്നു വരുന്നു. അവരുടെ ഭയവും സന്തോഷവും വീണ്ടും കൂടുവാൻ തുടങ്ങി. യേശു വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ യേശുവിന്റെ അടുത്തെത്തി പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. യേശു അവരോട് ഭയപ്പെടേണ്ട എന്നും ദൂതൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയും ചെയ്തു. ശിഷ്യന്മാരോട് ഗലീലയിലേക്ക് വരുവാനും അവിടെ വെച്ച് യേശുവിനെ സന്ദർശിക്കാനും സാധിക്കുമെന്ന് യേശു പറയുകയുണ്ടായി. സ്ത്രീകൾ ഈ വിവരം ശിഷ്യന്മാരെ അറിയിച്ചു. എന്നാൽ അവർക്ക് ഈ വാക്കുകൾ വിശ്വാസയോഗ്യമല്ലായിരുന്നു. ഒരു കെട്ടുകഥ പോലെയാണ് തോന്നിയത്. എന്നാൽ ശിഷ്യന്മാരിൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടുകയുണ്ടായി. കല്ലറയിലേക്ക് എത്തിയ പത്രോസ് അകത്തേക്ക് നോക്കിയപ്പോൾ യേശുവിനെ പൊതിഞ്ഞ തുണികൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇത് കണ്ട് പത്രോസ് വിസ്മയിച്ചു. അവിടെ നിന്നും മടങ്ങി. തുടർന്ന് യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാർ ഗലീലയിലേക്ക് പോവുകയുണ്ടായി. ഗലീലയിലെത്തിയ ശിഷ്യന്മാർ യേശുവിനെ കാണുകയും അവർ അതിശയിച്ചുകൊണ്ട് യേശുവിനെ സ്തുതിക്കുവാനും തുടങ്ങി. ശേഷം യേശു അവരുടെ അടുത്തേക്ക് വരികയും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളെയും എന്റെ അനുയായികളായി കൊണ്ടുവരണമെന്ന് യേശു അവരോട് പറഞ്ഞു. കൂടാതെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവാനും യേശു പറഞ്ഞു. യേശു കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അവരെ പഠിപ്പിക്കുവാനും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും അവരോട് പറയുകയുണ്ടായി. യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിരുന്നു. അങ്ങനെ യേശു ശിഷ്യന്മാരെ കൊണ്ട് ബഥാനിയിലേക്ക് പോയി. അവിടെ വെച്ച് കൈകൾ ഉയർത്തിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഒരു മേഘം വന്ന് യേശുവിനെ അവിടെ നിന്നും മറച്ചു. യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. യേശു സ്വർഗത്തിലേക്ക് പോകുന്ന കാഴ്ച ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മുൻപിൽ വെള്ളവസ്ത്രം ധരിച്ച 2 പേര് പ്രത്യക്ഷപ്പെടുകയും, നിങ്ങൾ ആകാശത്ത് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട യേശു നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരികെ വരും. വിശുദ്ധ വാരത്തെ പറ്റിയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.